എന്നെ രണ്ടായി പകുത്ത സ്ത്രീ. 1-2 വർഷത്തിനപ്പുറം ഒരു കാല് ഉപയോഗിക്കാൻ പറ്റില്ല. പൊക്കവും വണ്ണവും കൂടുന്നതിനനുസരിച്ച് കാല് പാകമാകാതെ വരികയും നടക്കാൻ പറ്റാതാവുകയും ചെയ്യും. ഓരോ തവണ മാറ്റിവെക്കുമ്പോഴും ആദ്യത്തെ എന്ന പോലെ കഠിനമായ വേദന അനുഭവിക്കണം. ശരീരം പുതിയ കാലുമായി പൊരുത്തപ്പെടുന്നതുവരെ വേദനയുടെ നാളുകളാണ്. 4 വയസ്സ് മുതൽ അനുഭവിക്കുന്ന വേദനയുടെ കഠിനമായ നാളുകൾ തുടർന്നുള്ള ജീവിതത്തിലും ഈ വേദനയുടെ ആവർത്തനം തന്നെ ആയിരിക്കുമെന്നോർക്കുമ്പോൾ ജീവിതത്തെ വെറുക്കാനും അതിൽ നിന്ന് ഒളിച്ചോടാനും മറ്റൊന്നും വേണ്ടായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ വേദനകളെ സഹിക്കേണ്ടതില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ അതെങ്ങനെ ഒരു കുറ്റമാകും? അത്രയും വേദന സഹിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നിലനിൽക്കാൻ മാത്രം ശക്തമായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മരണം എന്നെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരുന്നു. ഓരോ തവണയും ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന മനുഷ്യരും അവരുടെ വേദനകളും എന്നെ കൂടുതൽ വിഷാദിയാക്കി. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും എന്നും പുറന്തള്ളപ്പെട്ടവരാണ് ഞങ്ങളെന്ന് തോന്നി. പുതിയ കാലുമായി നടന്ന് വേദനിച്ച് ആശുപത്രിയിലെ പരിശീലന മുറിയിലിരിക്കുമ്പോഴാണ് വെളുത്ത് തടിച്ച് ചുരുണ്ട മുടിയും വലിയ കണ്ണുകളുമുള്ള ഒരു സ്ത്രീ നടന്നു വരുന്നത് കണ്ടത്. നടക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ടിരുന്നെങ്കിലും അതൊന്നും അവരുടെ മുഖത്ത് പ്രകടമായിരുന്നില്ല. അവർ അടുത്ത കസേരയിലിരുന്നു. ആ സ്ത്രീ പുഞ്ചിരിച്ചു. വേദന മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവരെൻ്റെ മുടിയിൽ തലോടി. അവരോട് അതിയായ സ്നേഹം തോന്നി. അവരെന്തിനാണ് വന്നതെന്നും ശാരീരിക പ്രശ്നം എന്താണെന്നും ചോദിച്ചില്ല. എങ്കിലും നിശബ്ദമായ സ്നേഹത്തിൻ്റെ ഒരു നേർത്ത പാലത്തിലൂടെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. കൈകാലുകൾ നഷ്ടപ്പെട്ടവരും ശരീരം പാതി തളർന്നവരും പലതരം ശാരീരിക വൈകല്യമുള്ളവരും ആ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ള ഒരു വീടായി ആ മുറി അനുഭവപ്പെട്ടു. ഞരക്കങ്ങളും നെടുവീർപ്പുകളും മാത്രം മുഴങ്ങുന്ന ഗുഹാഭിത്തികൾ പോലെയായിരുന്നു അതിൻ്റെ ചുമരുകൾ. കൃത്രിമക്കാൽ നിർമ്മിക്കുന്ന വിഭാഗത്തിലെ ജീവനക്കാരനായ ജോസഫ് സാർ ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, അഴിക്ക്. ഉടൻ തന്നെ അവർ സാരി ഉയർത്തി. അരയ്ക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന ബെൽറ്റ് അഴിച്ചു. മെല്ലെ കസേരയിലിരുന്നു കൊണ്ട് അവരുടെ തുടകളിൽ നിന്നും 2 കൃത്രിമക്കാലുകൾ മെല്ലെ ഇളക്കി മാറ്റി. 2 കാലുകളുമില്ലാത്ത പാതി മാത്രമായ അവരുടെ ശരീരം കണ്ട് നെഞ്ചുവിങ്ങി. കരച്ചിൽ വന്നു. തൊണ്ടയിൽ നിന്നും പുറത്തേക്ക് വന്ന ശബ്ദത്തെ ഉള്ളം കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു. കരച്ചിലടക്കാൻ കഴിയാതെ കുമ്പിട്ടിരുന്നു. കണ്ണുനീർ വസ്ത്രങ്ങളിൽ വീണ് കുതിർന്നു. ജോസഫ് സാർ അരികിൽ നിന്ന് പോയ ശേഷം അവരെൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് ചേർത്ത് പിടിച്ചു. ഞാൻ അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. പരസ്പരം പേര് പോലും അറിയാത്ത 2 മനുഷ്യർ. ദുഃഖങ്ങൾ കൊണ്ട് മാത്രം ആത്മാവിൽ തൊട്ട നിമിഷമായിരുന്നു അത്. അവരെൻ്റെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ ഈ ഭൂമിയിലെ മുഴുവൻ സ്നേഹവാത്സല്യങ്ങളും ഒഴുകിയിറങ്ങിയതായി തോന്നി. അവർ മുഖം കൈകളിൽ കോരിയെടുത്ത് കണ്ണുകളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എത്ര സുന്ദരിയാണ് കുഞ്ഞെ. നിൻ്റെ ഈ മനോഹരമായ കണ്ണുകൾ ഇനിയൊരിക്കലും നിറയരുത്. നോക്കൂ, ഞാൻ വളരെ സന്തോഷവതിയാണ്. മറ്റുള്ളവരുടെ കാഴ്ചയിൽ മാത്രമാണ് എനിക്ക് കാലുകളില്ലാത്തത്. എനിക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. നിനക്കും അങ്ങനെ തോന്നാൻ പാടില്ല. അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിലെ ധൈര്യവും ആത്മവിശ്വാസവും കണ്ട് അത്ഭുതപ്പെട്ടു. അതിരറ്റ സ്നേഹവും ബഹുമാനവും തോന്നി. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കാലങ്ങളായുള്ള ആത്മബന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവർ ഒരു അധ്യാപികയാണെന്നും സന്ധ്യ എന്നാണ് പേരെന്നും അപ്പോഴാണ് പറയുന്നത്. സന്ധ്യ ടീച്ചർ നർത്തകിയായിരുന്നു. കുട്ടിയായിരിക്കുമ്പോഴേ നൃത്തത്തോട് ഭ്രാന്തമായ ഇഷ്ടമായിരുന്നു അവർക്ക്. 6 വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങി. സ്കൂൾ യുവജനോത്സവങ്ങളിലും മറ്റ് വേദികളിലും അവരുടെ കഴിവ് തെളിയിച്ചിരുന്നു. വീട്ടുകാർക്കും അധ്യാപകർക്കും ടീച്ചറുടെ കഴിവിൽ നല്ല മതിപ്പും ആത്മവിശ്വാസവുമായിരുന്നു. ഒരിക്കലും ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന നർത്തകിയാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. കോളേജ് പഠനകാലത്ത് ടീച്ചറിൻ്റെ നൃത്തം കണ്ട് സഹപാഠിയായിരുന്ന ഒരാൾ പ്രണയാഭ്യർത്ഥന നടത്തുകയും അദ്ദേഹവുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷവും ടീച്ചർ നൃത്തത്തിൽ മുഴുകി ജീവിക്കുമ്പോഴായിരുന്നു ആ അപകടം സംഭവിച്ചത്. തൊടുപുഴയിൽ ഒരു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുന്ന വഴി ടീച്ചർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ടീച്ചർ കാറിൽ നിന്ന് തെറിച്ച് റോഡിൽ വീഴുകയും ലോറിയുടെ ടയർ അവരുടെ ഇരുകാലുകൾക്ക് മുകളിലൂടെ കയറിപ്പോവുകയും ചെയ്തു. 6 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം
തിരികെ വരുമ്പോൾ ടീച്ചറിൻ്റെ ഇരുകാലുകളും പൂർണ്ണമായി നീക്കം ചെയ്തിരുന്നു. അവിടെ നിന്നിങ്ങോട്ട് വേദനയുടെയും പരീക്ഷണത്തിൻ്റെയും നാളുകളായിരുന്നു. ടീച്ചർ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. അച്ഛനും അമ്മയും അനിയത്തിയും മാത്രമായിരുന്നു ടീച്ചറുടെ കൂടെ ഉണ്ടായിരുന്നത്. കരഞ്ഞും സ്വയം ശപിച്ചും നാളുകൾ തള്ളി നീക്കി. നൃത്തം എന്ന സ്വപ്നം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ജീവിതവും മരണവും ഒരേ വേഷമണിഞ്ഞ് മുന്നിൽ വന്നു നിന്നു. അന്നവർ മരണത്തെ തിരഞ്ഞെടുത്തു. അവിടെയും അവർ പരാജയപ്പെട്ടു. പിന്നീട് വായനയും സംഗീതവും ഒക്കെയായി കുറേ നാളുകൾ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി. പരസഹായമില്ലാതെ നടക്കണമെന്ന ചിന്തയാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. കടുത്ത വേദനയെയും അവശതയെയും മറികടന്ന് ടീച്ചർ നടന്നു. പരസഹായമില്ലാതെ ജീവിതത്തിൽ സ്വയം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചർ. അന്ന് അവരുടെ മൂന്നാമത്തെ കാല് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. തൻ്റെ മുന്നിലെ പ്രതിബന്ധങ്ങളെയെല്ലാം ആത്മവിശ്വാസവും സഹനശേഷിയും കഠിനാധ്വാനവും കൊണ്ട് മറികടന്ന സ്ത്രീയോട് വല്ലാത്ത ആരാധന തോന്നി. കാഴ്ചപ്പാടുകളെ അടിമുടി മാറ്റിമറിച്ച സ്ത്രീയായിരുന്നു സന്ധ്യ ടീച്ചർ. ടീച്ചറോടൊപ്പം ഇരുന്ന കുറച്ച് മണിക്കൂറുകൾ എന്നെ രണ്ടായി വിഭജിച്ചു. സന്ധ്യ ടീച്ചറെ കണ്ടുമുട്ടുന്നതിന് മുമ്പും ശേഷവുമെന്ന് ജീവിതത്തെ അടയാളപ്പെടുത്തുന്നു.